സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിവിടെ റോഷൻ. മാർവലിൻ്റെ കയ്യിൽ നിന്ന് അവഞ്ചേഴ്സിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങേണ്ടിയിരുന്നൊരു പടം, എന്നാൽ ആ പടം ഇപ്പം മൊത്തത്തിൽ തൂക്കിയിരിക്കുകയാണ്. അത് എന്തിനാണ് എന്തുകൊണ്ടാണെന്നുള്ള കാര്യകാരണ സഹിതം എല്ലാം എല്ലാവർക്കും അറിയാവുന്ന വിചാരിക്കുന്നു. യെസ്, പറഞ്ഞു വരുന്ന അവഞ്ചേഴ്സ് ക്യാങ് ഡൈനാസ്റ്റിയെ പറ്റി തന്നെയാണ്. പടം ഇനി ഇറങ്ങാൻ പോകുന്നില്ലെങ്കിൽ കൂടി പടം എങ്ങനെയാണ് ഇറങ്ങാനിരുന്നതെന്നതിനെ പറ്റി അറിയാനായിട്ട് പടത്തിൻ്റെ ഒരു ലീക്ക്ഡ് സ്ക്രിപ്റ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ലീക്ക്ഡ് സ്ക്രിപ്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ സീരീസ് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഓൾറെഡി 2 പാർട്സ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാതെയാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നതെങ്കിൽ ഓടിപ്പോയി അതൊന്ന് കണ്ടേച്ച് വരാം. കാരണം അത് കണ്ടിട്ട് ഇത് കണ്ടാലേ ആ ഒരു കിക്ക് കിട്ടത്തുള്ളൂ. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെന്നും വീഡിയോയുടെ ഒരു നിലവാരത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ തോട്ട്സും പരിപാടികളും കൂടെ ഒന്നും ഇതിൻ്റെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നൈസ് ആയിരിക്കും. കാരണം അടുത്തടുത്ത പാർട്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്രമാത്രം വെയിറ്റിംഗ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അതിൽ കൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ആൻഡ് അത് എനിക്കൊരു ഉന്മേഷമാണ്. സോ അത്ര തന്നെ. അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട് അവഞ്ചേഴ്സ് ദി ക്യാങ് ഡൈനാസ്റ്റി. ഭൂമിയെ ആകപ്പാടെ തകർത്ത് നാമാവശേഷമാക്കിയതിനു ശേഷം ഇമോർട്ടസ് ക്യാങ് ഇപ്പോൾ തൻ്റെ എയർക്രാഫ്റ്റിൽ സ്പേസിലാണ് ഇരിക്കുന്നത്. പുള്ളി അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഭൂമിയിൽ തൻ്റെ ബാക്കി ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷാങ്ചിയുടെ കയ്യിൽ 10 റിങ്സും മിസ് മാർവലിൻ്റെ കയ്യിൽ 2 നെഗാബാൻസും കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി 2 ക്യാങ്സിനെയും വിട്ടേക്കുവാണ്. ഇതേ സമയം നമ്മുടെ അവഞ്ചേഴ്സ് ടീം ആവട്ടെ ക്യാപ്റ്റൻ അമേരിക്ക, ഡോക്ടർ സ്ട്രേഞ്ച്, സ്പൈഡർമാൻ എന്നിവരുടെ നേതൃത്വത്തിൽ 3 പിരിഞ്ഞ് 3 ക്യാങ്ങിനെയും ഒരേ സമയം അടിക്കാനുള്ള ഒരു പ്ലാനുമായിട്ട് മുമ്പോട്ട് വരുവാണ്. ഇവരിപ്പം ഫോം ചെയ്തിരിക്കുന്ന ആ 3 ടീമുകൾ എടുത്തു നോക്കിയാലും 3 ടീമിലും 10 അതിൽ ജസ്റ്റ് അധികമോ ആൾക്കാർ മാത്രമേ ഉള്ളൂ. എന്നാൽ ക്യാങ്ങിൻ്റെ ആർമി എന്ന് പറയുന്നത് അത്രമാത്രം വലുതാണ്. സോ അവർക്കൊരു മാച്ച് പോലും അല്ല. എന്നാൽ ഭൂമിയിൽ മനുഷ്യരുടെ നിലനിൽപ്പിന് ഈ ഒരു ഫൈറ്റ് എത്രമാത്രം അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഉയിരും കൊടുത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ സ്പൈഡർമാന്റെ നേതൃത്വത്തിലുള്ള സ്ട്രീറ്റ് ലെവൽ ടീം റാമാറ്റൂട്ട് ക്യാങ്ങിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെയർഡെവിളൊക്കെ തന്റെ കഴിവിന്റെ മാക്സിമം പൊട്ടൻഷ്യലിൽ തന്നെ മുമ്പിൽ കാണുന്നവരൊക്കെ അടിച്ച് പൊളന്നുകൊണ്ടിരിക്കുകയാണ്. പണിഷറും ഇത് കാണുന്നുണ്ട്. ഡെയർഡെവിളിനെ നമുക്കറിയാം ബാറ്റ്മാന്റെ കൂട്ടി ഒരു നോക്കിൽ പോളിസിയുടെ ഒരു വക്താവൊക്കെയാണ് ഡെയർഡെവിൾ. എന്നാൽ പോലും ഇവിടെ അതൊക്കെ മറന്ന് പുള്ളി ലിറ്ററലി ഒരു കില്ലിംഗ് സ്പ്രീയിലോട്ട് തന്നെ പോവാണ്. അങ്ങനെ ഡെയർഡെവിളിൻ്റെ ഈ ഒരു റേജ്ഡ് വേർഷൻ കണ്ടിട്ട് പണിഷർ ഒന്ന് ഞെട്ടിയിട്ട് അപ്പോൾ ആശാൻ ഇതും വശം ഉണ്ടല്ലേ എന്നുള്ള രീതിക്ക് ഡെയർഡെവിളിനെ നോക്കുവാണ് പണിഷർ. ഇതേ സമയം നമ്മുടെ സ്പൈഡർമാൻ റാമാറ്റൂട്ട് ക്യാങ്ങിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന ക്യാങ് വേരിയൻസിനെല്ലാം ഒരു പരിധിക്ക് അടിച്ചൊതുക്കി റാമാറ്റൂട്ട് ക്യാങ്ങിന് മുമ്പിൽ തന്നെ അങ്ങ് വന്ന് നിൽക്കുവാണ്. സ്പൈഡർമാനെ ഒന്ന് അടിമുടി സൂക്ഷിച്ച് നോക്കിയതിന് ശേഷം റാമാറ്റൂട്ട് ക്യാങ്ങും ചോദിക്കുവാണ്, അത് ശരി, അപ്പോൾ നീയാണ് ഇവരുടെ നേതാവല്ലേ? ഞാൻ മറന്നുപോയി, എന്തായിരുന്നു എൻ്റെ പേര്? അതിന് സ്പൈഡർമാനും വായുവിലിട്ട് ഉയർന്നു ചാടി റാമാറ്റൂട്ട് ക്യാങ്ങിൻ്റെ മൂക്കിനിട്ട് തന്നെ ഒരു കുത്താ കൊടുക്കുവാണ്. പെട്ടെന്നുണ്ടായ ഒരു അറ്റാക്കിൽ റാമാറ്റൂട്ട് ക്യാങ്ങും 2 അടി പുറകോട്ട് മാറുവാണ്. പുള്ളിയുടെ മുഖത്ത് ചോര പൊടിയുവാണ്. സ്പൈഡർമാനും റാമാറ്റൂട്ട് ക്യാങ്ങിനോടായിട്ട് പറയുവാണ്, ഇനി നീ എൻ്റെ പേര് മറക്കണ്ട, ഐ എം സ്പൈഡർമാൻ. അതിനുശേഷം സ്പൈഡർമാൻ ഫുൾ പവറിൽ തൻ്റെ മാക്സിമം പവറിൻ്റെ പൊട്ടൻഷ്യലും പുറത്തെടുത്തുകൊണ്ട് ഒട്ടും ഹോൾ ബാക്ക് ചെയ്യാതെ ക്യാങ്ങിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്, പുള്ളി ആരായിട്ട് ഫൈറ്റ് ചെയ്താലും ജസ്റ്റ് ഒന്ന് ഹോൾ ബാക്ക് ചെയ്തിട്ട് പുള്ളി ഫൈറ്റ് ചെയ്യാറുള്ളൂ. കാരണം പുള്ളിയുടെ മാക്സിമം പൊട്ടൻഷ്യലിൽ പുള്ളി അങ്ങനെ ആരുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാറില്ല. കാരണം വയലൻസിനെ പുള്ളി അത്രയ്ക്കങ്ങ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ ഇവിടെ എങ്ങനെ ചുമ്മാ ഹോൾ ബാക്ക് ചെയ്യുന്ന സീനൊന്നുമില്ല. ലിറ്ററലി 4 സൈഡിൽ നിന്നും ക്യാങ്ങിനെ പറന്നടിക്കുവാണ് സ്പൈഡർമാൻ. എന്നാൽ ആ ഒരു ഫൈറ്റ് അധികം നേരം നീണ്ടുന്നില്ല. ഫൈറ്റിൻ്റെ ഒരു പർട്ടിക്കുലർ പോർഷനിൽ നമ്മുടെ റാമാറ്റൂട്ട് ക്യാങ് പുള്ളിയുടെ വെപ്പൺ സ്കെപ്റ്റർ ഉപയോഗിച്ച് സ്പൈഡർമാനെ ഒരു ഒറ്റ അടി അങ്ങ് അടിക്കുവാണ്. ആ ഒരു അടിയുടെ പവറിൽ സ്പൈഡർമാൻ ഒരു 10 മൈൽ അകലേക്ക് തെറിച്ചു വീഴുവാണ്. ആൻഡ് പുള്ളി ഹെവിലി ഇഞ്ചേർഡാണ്. പുള്ളിക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോകുന്നത് പോയിട്ടൊന്ന് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ പുള്ളി അങ്ങനെ കിടക്കുവാണ്. സ്പൈഡർമാൻ ഇങ്ങനെ വീണ് കിടക്കുന്നത് കുറച്ച് അപ്പുറത്തുനിന്നായിട്ട് മൈൽസ് മൊറാൽസും കാണുവാണ്. പുള്ളി വേറെ റേഞ്ചിൽ റിവോൾട്ടായിട്ട് ക്യാങ്ങിനെതിരെ കട്ടക്കലിപ്പിലങ്ങ് ചെല്ലുവാണ്. മൈൽസിന്റെ പവർ വെച്ചിട്ട് പുള്ളിക്ക് ക്യാങ്ങിന് ഒരു പോറൽ പോലും വീഴ്ത്താൻ കഴിയില്ല. എന്നാൽ പോലും സ്പൈഡർമാൻ ഇങ്ങനെ വീണ് കിടക്കുന്നത് കണ്ടിട്ട് പുള്ളിക്ക് സഹിക്കുന്നേയില്ല. എൻ്റെ ചെറുക്കനെ തൊടുന്നോടാന്ന് പറഞ്ഞിട്ട് മൈൽസ് കുതിച്ചു വരികയാണ് നമ്മുടെ ക്യാങ്ങിനെതിരെ. എന്നാൽ മൈൽസിന് ചെറിയൊരു ചാൻസ് പോലും ക്യാങ് കൊടുത്തില്ല. അവൻ്റെ കഴുത്തിന് തന്നെ പിടിച്ച് എയറിലോട്ട് അങ്ങ് ഉയർത്തി നിർത്തുവാണ്. ഒന്നും ചെയ്യാൻ പറ്റാതെ, ശ്വാസം പോലും എടുക്കാൻ പറ്റാതെ മൈൽസും കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിന്റെ നേതാവടക്കം ഇത്ര പേര് എൻ്റെ മുമ്പിൽ മരിച്ചു വീഴുന്നത് കണ്ടിട്ട് നീ എൻ്റെ നേർക്ക് വന്നെങ്കിൽ നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ ആയുസില്ലല്ലോടാ കുട്ട. ഇതും പറഞ്ഞുകൊണ്ട് ക്യാങ് മൈൽസിനെ ഞെരിച്ച് തന്നെ അങ്ങ് കൊല്ലുവാണ്. ആൻഡ് സ്പൈഡർമാനും ഇത് കാണുവാണ്. തൻ്റെ കൂട്ടുകാരൻ തൻ്റെ മുമ്പിൽ മരിച്ചു വീഴുന്നത് കണ്ടിട്ട് പുള്ളിക്കൊന്ന് എഴുന്നേക്കാൻ പോലും കഴിയാതെ സ്പൈഡർമാൻ അവിടെ തന്നെ കിടക്കുവാണ്. ഈ ഒരു കാഴ്ച സ്പൈഡർമാനെ മാനസികമായിട്ടും വല്ലാതെ ഹോണ്ട് ചെയ്യുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്പൈഡർമാനെ നോക്കിക്കൊണ്ട് ക്യാങ്ങും പറയുവാണ്, എന്താ നീ ക്ഷീണിച്ചോ? ഇനി നീ ആരെയാ എനിക്കെതിരെ അയക്കാൻ പോകുന്നത് സ്പൈഡർമാൻ? അവിടെ നിന്ന് അങ്ങനെ നമ്മളെ കാണിക്കുന്നത് ഡോക്ടർ സ്ട്രേഞ്ചിന്റെ നേതൃത്വത്തിൽ സെഞ്ചൂറിയൻ ക്യാങ്ങിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന കോസ്മിക് ടീമിനെയാണ്. ഇവിടെയും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. സെഞ്ചൂറിയൻ ക്യാങ്ങിനെതിരെയും അവഞ്ചേഴ്സ് ടീം കിടന്ന് പെടാപ്പാട് വിടുവാണ്. പോകെ ആ ഒരു ഫൈറ്റ് ചൂട് പിടിച്ച അവസാനം ക്വാണ്ടം റെല്ലത്തിലൊക്കെ ചെന്നിട്ടാണ് ആ ഒരു ഫൈറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അവിടെ ക്യാങ്ങിനെ തൊടാൻ പോലും പറ്റാത്ത അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തുന്നു. ലിറ്ററലി അവഞ്ചേഴ്സ് ടീമിലെ ഓരോരുത്തരെയായിട്ട് ക്യാങ് കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അറ്റ് ലാസ്റ്റ് ആ ഒരു ഫൈറ്റിന്റെ അവസാനം അവശേഷിച്ചത് ഡോക്ടർ സ്ട്രേഞ്ചും തോറും ഷാങ്ചിയും മാത്രമായിരുന്നു. ഇതിൽ ആ 10 റിങ്സിന്റെ ഒരു ബലത്തിലാണ് ഷാങ്ചി ഇപ്പോഴും ഉയരോടെ നിൽക്കുന്നത്. അങ്ങനെ ഓൾറെഡി ഹെവിലി ഇഞ്ചേർഡ് ആയിട്ട് മരിക്കാറായി കിടക്കുന്ന ക്ലിയ അവിടെ ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ട് ഡോക്ടർ സ്ട്രേഞ്ചിനോട് പറയുവാണ്, സ്ട്രേഞ്ച്, ഇനിയും ഈ യുദ്ധം തുടരുന്നതിൽ അർത്ഥമില്ല. നമ്മളിവിടെ ആയിരിക്കുന്ന ഓരോ നിമിഷവും ആ 10 റിങ്സ് അവൻ്റെ കയ്യിൽ കിട്ടാനുള്ള ചാൻസ് കൂടിക്കൊണ്ടേ ഇരിക്കുവാണ്. അങ്ങനെ സംഭവിച്ച
നമ്മൾ ഇതുവരെ ചെയ്തതിനെല്ലാം ഒരർത്ഥമില്ലാതായി പോകും. അതുകൊണ്ട് ആ 10 റിങ്സ് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റുക എന്നതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം. ക്ലിയർ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ഷാങ് ചിയും തോറും ആ ഒരു 10 റിങ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പോർട്ടൽ വഴി രക്ഷപ്പെടുവാണ്. എന്നാൽ ഡോക്ടർ സ്ട്രേഞ്ച് ഇപ്പോഴും സെഞ്ചൂറിയൻ ഗ്യാങ്ങിനെതിരെ തന്നെ നിൽക്കുവാണ്. ഇത് കണ്ടിട്ട് സെഞ്ചൂറിയൻ ഗ്യാങ് ഒന്ന് ചിരിച്ചുകൊണ്ട് ഡോക്ടർ സ്ട്രേഞ്ചിനോട് ചോദിക്കുകയാണ്, മണ്ടത്തരമാണല്ലോ സ്ട്രേഞ്ച് നീ കാണിച്ചത്, നിന്റെ കൂട്ടുകാർക്കൊപ്പം നിനക്കും അങ്ങ് പോകായിരുന്നില്ലേ? ഇനിയിപ്പോൾ അതിന് ഡോക്ടർ സ്ട്രേഞ്ച് മുമ്പോട്ട് കയറി വന്നിട്ട് പറയുവാണ്, ഞാൻ പോകുന്നുണ്ടാ, പക്ഷെ നിന്നെ തീർത്തിട്ടാണെന്ന് മാത്രം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഇതും പറഞ്ഞുകൊണ്ട് കാങ് തൻ്റെ പവറിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ തന്നെ പുറത്തെടുത്തുകൊണ്ട് ഡോക്ടർ സ്ട്രേഞ്ചിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് മുമ്പോട്ട് വരുവാണ്. എന്നാൽ പെട്ടെന്ന് അവിടെ മറ്റൊരു മൾട്ടിവേഴ്സൽ പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്നൊരു കോസ്മിക് റിഫ്റ്റ് തന്നെ വന്നിട്ട് സെഞ്ചൂറിയൻ ഗ്യാങ്ങിനെ അടിച്ച് തറ പറ്റിക്കുകയാണ്. പെട്ടെന്നുണ്ടായ ഒരു അറ്റാക്ക് ആണ് എന്നതുകൊണ്ട് തന്നെ സെഞ്ചൂറിയൻ ഗ്യാങ്ങിന് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഡോക്ടർ സ്ട്രേഞ്ചും അന്തം വിട്ടത് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ പോർട്ടലിനുള്ളിൽ കൂടെ വന്നത് ഫണ്ടാസ്റ്റിക് ഫോർ ടീം മെമ്പേഴ്സ് ആയിരുന്നു. അവരും പുറത്തോട്ട് വന്ന് ഡോക്ടർ സ്ട്രേഞ്ചിനെ നിർബന്ധിച്ച ഒരു പോർട്ടൽ വഴി വേറെ എങ്ങോട്ടോ കൊണ്ടുപോവാണ്. ഇതൊക്കെ കണ്ട സെഞ്ചൂറിയൻ ഗ്യാങ് ഒന്നും മനസ്സിലാവാതെ അവർ രക്ഷപ്പെട്ടല്ലോ എന്ന് ആലോചിച്ച് നിരാശനായി നിൽക്കുകയാണ്. സോ ആ ഒരു പോർട്ടൽ വഴി ഡോക്ടർ സ്ട്രേഞ്ചിനെ ഫണ്ടാസ്റ്റിക് ഫോർ ടീം മെമ്പേഴ്സ് നേരെ കൊണ്ടെത്തിച്ചത് TVA ഹെഡ്ക്വാർട്ടേഴ്സിലായിരുന്നു. അവിടെ മോബിയസ് ഡോക്ടർ സ്ട്രേഞ്ചിനെ കാത്തിരിപ്പുണ്ടായിരുന്നു. എന്താണ് ഈ TVA, ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ എന്താണ് എന്നതൊക്കെ ഇപ്പോൾ മോബിയസ് ഡോക്ടർ സ്ട്രേഞ്ചിന് വിവരിച്ചു കൊടുക്കുകയാണ്. ഡോക്ടർ സ്ട്രേഞ്ച്, നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ പാതിക്ക് വെച്ച് നിർത്തിയ യുദ്ധത്തിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാം. എന്നാൽ ഈ ഒരു മൾട്ടിവേഴ്സ് യുദ്ധത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ റോളാണുള്ളത്. അതിന് നിങ്ങൾ ഇവിടെ വേണം. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. അങ്ങനെ വരാനിരിക്കുന്ന ഒരു വലിയ മൾട്ടിവേഴ്സ് വാറിനെ കുറിച്ചൊക്കെ ഡോക്ടർ സ്ട്രേഞ്ചിനെ വിവരിച്ചു കൊടുക്കുകയും ഡോക്ടർ സ്ട്രേഞ്ചിന് കാര്യത്തിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കിയിട്ട് TVയിൽ തന്നെ സ്റ്റേ ചെയ്യുവാണ്. കട്ട് ചെയ്ത് നമ്മളെ കാണിക്കുന്നത് ക്യാപ്റ്റൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇമോർട്ടസ് ഗ്യാങ്ങിനെ ഫൈറ്റ് ചെയ്യുന്ന എർത്ത് ബോൺ ടീമിനെയാണ്. ഇവിടെയും അവഞ്ചേഴ്സ് ടീമിന് നോ രക്ഷ. ഇമോർട്ടസ് ഗ്യാങ് പതിയെ ആ ഒരു അവഞ്ചേഴ്സ് ടീമിനെയും ടേക്ക് ഓവർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല കാര്യങ്ങൾ കുറച്ചധികം ഡാർക്ക് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മുടെ മിസ് മാർവലിന്റെ കയ്യിലുള്ള 2 നെഗാ ബാൻഡിൽ ഒരു നെഗാ ബാൻഡ് ഇപ്പോൾ ഇമോർട്ടസ് ഗ്യാങ്ങിന്റെ കൈവശം ആയിക്കുവാണ്. ആൻഡ് ആ ഒരു ഫൈറ്റിൽ ബ്ലാക്ക് പാന്തർ, സ്റ്റാർ ലോർഡ്, ക്യാപ്റ്റൻ മാർവൽ എന്നിവരെല്ലാം മരിച്ചും പോവുകയാണ്. മിച്ചമുള്ള അവഞ്ചേഴ്സ് ടീമും അവരുടെ കഴിവിന്റെ മാക്സിമം പുറത്തെടുത്ത് ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഘട്ടത്തിൽ എല്ലാവരും തളർന്ന് അവശരായി പോവുകയാണ്. ഈ സമയം നമ്മുടെ വണ്ടർമാൻ മുമ്പോട്ട് വന്നിട്ട് ഒരു പ്ലാൻ ഇടുകയാണ്. ഈ യുദ്ധം ഏറെക്കുറെ നമ്മുടെ കൈവിട്ട് പോയി കഴിഞ്ഞു. മിച്ചമുള്ള ആ ഒരു നെഗാ ബാൻഡ് കൂടെ അവൻ്റെ കൈ കിട്ടി അവൻ ചെയ്യാൻ പോകുന്ന അട്രോസിറ്റീസ് നമുക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. അതുകൊണ്ട് ആ ഒരു നെഗാ ബാൻഡ് എനിക്ക് തരൂ. സോ പുള്ളി ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ് മാർവലിൻ്റെ കയ്യിൽ മിച്ചമുള്ള ആ ഒരു നെഗാ ബാൻഡിൻ്റെ പവറും തൻ്റെ പവറും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു വലിയ ബ്ലാസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു നെഗാ ബാൻഡിനെയും ഒപ്പം ഇമോർട്ടസ് ഗ്യാങ്ങിനെയും ഒരുമിച്ചങ്ങ് ഇല്ലാതാക്കാന്നുള്ളൊരു പ്ലാനാണ്. എന്നാൽ ഈ ഒരു പ്ലാൻ വർക്കൗട്ട് ആവുകയാണെങ്കിൽ കൂടി ആ ഒരു ബ്ലാസ്റ്റിൽ നമ്മുടെ ഇമോർട്ടസ് ഗ്യാങ് കൂടി മരിച്ചു പോകാനുള്ള ചാൻസും കൂടുതലാണ്. സോ ലിറ്ററലി പുള്ളിയുടെ ഒരു ലൈഫിനെ തന്നെ സാക്രിഫൈസ് ചെയ്തിട്ടുള്ളൊരു പ്ലാനുമായിട്ടാണ് പുള്ളി ഇപ്പോൾ മുമ്പോട്ട് വന്നിരിക്കുന്നത്. അവഞ്ചേഴ്സും ആ ഒരു റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇനി ഇതല്ലാതെ വേറൊരു വഴിയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വണ്ടർമാൻ്റെ ഒപ്പം മുമ്പോട്ട് പോവുകയാണ്. തുടർന്ന് വണ്ടർമാനെ മിസ് മാർവൽ കയ്യിൽ നിന്ന് ഒരു നെഗാ ബാൻഡ് സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ മൊത്തം പവറും സ്വന്തം ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്യുവാണ്. ഇനി നിങ്ങൾ പൊക്കോളൂ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ നോക്കിക്കോളും. അങ്ങനെ അവഞ്ചേഴ്സ് ടീമും അവിടെ നിന്ന് പോവുകയാണ്. വണ്ടർമാൻ തൻ്റെ ഫുൾ പൊട്ടൻഷ്യലിൽ അവിടെ ഒരു ബ്ലാസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുവാണ്. എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ ഇമോർട്ടസ് ഗ്യാങ്ങും വെറുതെ ഇരുന്നില്ല. പുള്ളിയുടെ കയ്യിലുള്ള ആ ഒരു നെഗാ ബാൻഡും പുള്ളിയുടെ പവറും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു കൗണ്ടർ ബ്ലാസ്റ്റ് പുള്ളിയും അങ്ങ് പടച്ചു വിടുവാണ്. ആൻഡ് ആ 2 വലിയ ബ്ലാസ്റ്റുകളുടെ ഫലമായിട്ട് ഭൂമി തന്നെ കുലുങ്ങി വിറയ്ക്കുവാണ്. ആ ഒരു ബ്ലാസ്റ്റിന് ശേഷം വണ്ടർമാനും അതിൻ്റെ ഫലമായിട്ട് തീരെ അവശനായി മരിക്കാറായി താഴെ കിടക്കുവാണ്. എങ്ങനെയൊക്കെയോ പതിയെ തലയുയർത്തി വണ്ടർമാൻ മുമ്പോട്ട് നോക്കി. താൻ ഈ ചെയ്തതിന് വല്ല ഫലമുണ്ടായോ? അവൻ ഇമോർട്ടസ് ഗ്യാങ് അവൻ മരിച്ചോ? എന്നാൽ ചുറ്റും കൂടിയിരുന്ന പുകമറയുടെ ഇടയിൽ നിന്നും ഒരു രൂപം പതിയെ പുറത്തോട്ട് വരികയാണ്. ഒരു ചിരി പുറത്തോട്ട് കേൾക്കുവാണ്. കൊള്ളാം, ഇതുവരെയുള്ള നിങ്ങളുടെ പ്രതിരോധത്തിൽ ഇതാണ് എനിക്ക് കുറച്ചെങ്കിലും ഇഷ്ടമായത്. പക്ഷേ എനിക്കെതിരെ ഇത് പോരാ. ഇതും പറഞ്ഞുകൊണ്ട് ഇമോർട്ടസ് ഗ്യാങ് ഒരു ഒറ്റ അടിക്ക് വണ്ടർമാനെ കൊന്നുകളയുവാണ്. ആൻഡ് വണ്ടർമാൻ്റെ കയ്യിൽ നിന്നും ആ ഒരു നെഗാ ബാൻഡ് എടുത്ത് 2 നെഗാ ബാൻഡിൻ്റെ പവർ അബ്സോർബ് ചെയ്ത് ലിറ്ററലി അൺസ്റ്റോപ്പബിൾ ആയിട്ട് തന്നെ ഇപ്പോൾ ഇമോർട്ടസ് ഗ്യാങ് മാറുവാണ്. ഇതേ സമയം നമ്മുടെ ബാക്കിയുള്ള അവഞ്ചേഴ്സ് വീണ്ടും വക്കാണ്ടയിലോട്ട് തിരിച്ചു വരുമ്പോൾ വക്കാണ്ടയും ഇപ്പം നശിച്ച് നാറാണക്കല്ലെടുത്തേക്കുവാണ്. അതെ, ഗ്യാങ്ങും ഗ്യാങ്ങിൻ്റെ ആർമിയും വക്കാണ്ട കണ്ടുപിടിച്ച് ആ ഒരു സ്ഥലവും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെയെല്ലാം കൊന്നുകളഞ്ഞേക്കുവാണ്. ആ ഒരു സ്ഥലം നിന്ന് കത്തുവാണ്. അവിടെ നിന്ന് മിച്ചമുള്ള അവഞ്ചേഴ്സ് ടീമും ജീവനോട് അവശേഷിക്കുന്ന കുറച്ച് മനുഷ്യരും കൂടെ നമ്മുടെ ടോണി സ്റ്റാർക്ക് ഇതുപോലെ ഒരു ഡൂംസ്ഡേ അവൻ്റെ മുൻകൂട്ടി കണ്ടിട്ട് ഒരു അയൺ ബങ്കർ എർത്തിൻ്റെ അടിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാവരും ഒത്തുകൂടുകയാണ്. എന്നാൽ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം അവിടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഉത്തരം ആർക്കും അറിയില്ലായിരുന്നു. അവിടെ നിന്ന് അങ്ങനെ ഇപ്പോൾ കൂടിയിരിക്കുന്ന ഗ്യാങ് കൗൺസിലിനെയാണ് കാണിക്കുന്നത്. അവിടേക്ക് നമ്മുടെ ഇമോർട്ടസ് ഗ്യാങ്ങും അവരെ അഡ്രസ്സ് ചെയ്യാനായിട്ട് വരികയാണ്. അപ്പോൾ അവിടെ നമ്മുടെ റമാട്ടൂട്ട് ഗ്യാങ് സ്ട്രീറ്റ് ലെവൽ അവഞ്ചേഴ്സുമായിട്ടുള്ള ഒരു ഫൈറ്റിൻ്റെ ഇടയ്ക്ക് പുള്ളി കൊന്ന അവഞ്ചേഴ്സ് മെമ്പേഴ്സിൻ്റെ എല്ലാം തല ഒരു ട്രോഫി പോലെ ഇങ്ങനെ എടുത്തു വെച്ചേക്കുവാണ്. എന്നാൽ ഇതേ സമയം സെഞ്ചൂറിയൻ ഗ്യാങ്ങിൻ്റെ പക്കലൊന്നുമില്ല. പുള്ളിയായിരുന്നു 10 റിങ്സ് എടുക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പുള്ളിക്ക് ആ ഒരു മിഷനിൽ പരാജയപ്പെടേണ്ടി വന്നു. 10 റിങ്സ് പുള്ളിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. സോ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇമോർട്ടസ് ഗ്യാങ് കുറച്ച് കലിപ്പിലാണെന്നും തനിക്ക് നല്ലൊരു പണി കിട്ടാനായിട്ട് സാധ്യതയുണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ട് കരഞ്ഞ് കാലി പിടിക്കുകയാണ് സെഞ്ചൂറിയൻ ഗ്യാങ് ഇമോർട്ടസിൻ്റെ അടുത്ത്. ഇമോർട്ടസ്, നീ എന്നോട്
എന്നോട് ക്ഷമിക്കണം. ഞാൻ എൻ്റെ പവറിൻ്റെ മാക്സിമം ശ്രമിച്ചു, പക്ഷേ എനിക്ക് പറ്റിയില്ല. എനിക്കൊരവസരം കൊടുത്താൽ അതിന് സെഞ്ചുറിയൻ ഗ്യാങ്ങിനെ അടുത്തേക്ക് നിർത്തി തലയിൽ ഇങ്ങനെ തടവിക്കൊണ്ട് ഇമോർട്ടൽസ് ഗ്യാങ് തിരിച്ചു പറയുവാണ്, നിന്റെ പവറിൻ്റെ മാക്സിമം നീ പുറത്തെടുത്തിട്ട് നിനക്ക് ഞാൻ പറഞ്ഞത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അതിനർത്ഥം ആ പവർ വെച്ചുകൊണ്ടിരിക്കാൻ നീ അർഹനല്ലെന്നാണ്. അതുകൊണ്ട് നിന്റെ ആ പവറും കൂടെ ഞാനിങ്ങെടുക്കുക. ഇത്രയും പറഞ്ഞിട്ട് ഇമോർട്ടൽസ് ഗ്യാങ് സെഞ്ചുറിയൻ ഗ്യാങ്ങിൻ്റെ പവർ മാത്രമല്ല, സെഞ്ചുറിയൻ ഗ്യാങ്ങിൻ്റെ ആ ഒരു ലൈഫ് തന്നെ അങ്ങ് അബ്സോർബ് ചെയ്യുവാണ്. ആൻഡ് സെഞ്ചുറിയൻ ഗ്യാങ്ങും കുറേ രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നമ്മുടെ ഇമോർട്ടസ് ഭയങ്കര ഓപ്പോർഡായിട്ടാണ് നിൽക്കുന്നത്. ആ 2 നെഗാ ബാൻഡ് കൂടെ കിട്ടിയതോടെ ലിറ്ററലി ഇമോർട്ടസ് ഒരു സുപ്രീം വേർഷനിലോട്ട് തന്നെ പോയിട്ടുണ്ട്. ഒന്ന് തൊടാൻ പോലും പറ്റാത്ത രീതിയിൽ പവർഫുള്ളായിട്ട് മാറിയേക്കുവാണ്. ദയനീയമായിട്ട് സെഞ്ചുറിയൻ ഗ്യാങ് അവിടെ മരിച്ചു വീഴുകയാണ്. മൊത്തം ഗ്യാങ് കൗൺസിലും ഈ ഒരു കാഴ്ച കണ്ടിട്ട് പേടിച്ച് വിറച്ചു പോവുകയാണ്. ഇമോർട്ടസ് ഗ്യാങ് എത്രമാത്രം പവർഫുൾ ആണെന്നുള്ളൊരു കാര്യവും പുള്ളിക്കെതിരെ കളിക്കാൻ നിൽക്കുന്നത് അത്ര ബുദ്ധിയല്ല എന്നുള്ള കാര്യങ്ങളും മൊത്തം ഗ്യാങ് കൗൺസിലും മനസ്സിലാക്കുവാണ്. ഇമോർട്ടസ് ഗ്യാങ് മുമ്പോട്ട് വന്നിട്ട് മൊത്തം ഗ്യാങ് കൗൺസിലിനെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു സ്പീച്ച് പറയുവാണ്. നമ്മുടെ യുദ്ധം പാതി വഴി പിന്നിട്ട് കഴിഞ്ഞു. ഇനി അധിക സമയമില്ല. ആ 10 റിങ്സ് കൂടെ എൻ്റെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ ഇവിടെ വരാൻ പോകുന്നത് എൻ്റെ ലോകമായിരിക്കും. ഇവിടെ നിന്നങ്ങോട്ട് ഞാൻ പറയുന്നതാണ് നിങ്ങൾക്ക് നിയമം. അതനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവൻ്റെ ഗതിയായിരിക്കും. സോ കോൾ മീ ദി പ്രൈം ഗ്യാങ്.